ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്തെല്ലാം വഴികളിലൂടെ നമുക്ക് പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഇൻസ്റ്റാഗ്രാം ഉള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ 4-ാം സ്ഥാനത്താണ് ഇൻസ്റ്റാഗ്രാം ഉള്ളത്. അപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. പക്ഷെ നമ്മൾക്ക് പലരും അതിൽ നിന്നുള്ള റവന്യൂ അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ സമ്പാദിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒന്നാമത്തെ ഒരു ഓപ്ഷനാണ് നല്ലൊരു ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ റീൽസൊക്കെ നല്ല പോപ്പുലർ ആക്കിയിട്ട് അങ്ങനെ ആയിക്കഴിയുമ്പോൾ പല വ്യക്തികളും അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആഡ്സ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആളുകൾ അതിലേക്കൊരു അസോസിയേഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഇൻഫ്ലുവൻസറായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ വരികയാണെങ്കിൽ ഇതുപോലുള്ള അസോസിയേഷൻ വഴി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. പിന്നീടുള്ളൊരു ഓപ്ഷനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ നമുക്കറിയാം ആമസോണിൻ്റെ പ്രൊഡക്റ്റുകൾ ആമസോൺ വഴി വിൽക്കുമ്പോൾ തന്നെ അതിൽ ആമസോണിലൊരു ഓപ്ഷനുണ്ട്. നമുക്ക് അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ആമസോണിൻ്റെ എല്ലാ പ്രോഡക്ട്സുകളുടെയും ലിങ്കുകൾ നമുക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ളൊരു സംവിധാനമുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെയുള്ള മറ്റുള്ളവരുടെ പ്രൊഡക്ട്സുകൾ നമുക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലിങ്ക്സും കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നത് വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ളൊരു സംഗതിയാണ് നമുക്ക് നമ്മുടെ തന്നെ പ്രൊഡക്ട്സ്, സ്വന്തമായിട്ടുള്ള പ്രൊഡക്ട്സ് ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾക്ക് പരസ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കത് വിറ്റ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് റീൽസ് അതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ നല്ല റീൽസും നല്ല വീഡിയോസും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ അത് കാണുകയാണെങ്കിൽ കുറേ വ്യൂസൊക്കെ കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് മാറുന്നൊരു സമയത്ത് ഇൻസ്റ്റാഗ്രാം അതിൽ ആഡ്സ് റൺ ചെയ്യും, യൂട്യൂബിലെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആഡ്സിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോസ് ചെയ്യുമ്പോൾ ബാഡ്ജസ് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ബാഡ്ജസ് സെല്ല് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വഴികളിലൂടെ എല്ലാം ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ആണ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ നമുക്ക് ചെയ്താൽ വരുമാനങ്ങൾ വരാം എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ടിപ്സ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ മാക്സിമം സപ്പോർട്ട് തരിക. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനലിൽ ഇപ്പോൾ ഇത് 2ാമത്തെ വീഡിയോ ആണ്. നേരത്തെ കുറച്ച് വീഡിയോസ് ഇട്ടു, ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നുകൊണ്ട് നമ്മൾ ചാനൽ കുറച്ച് ദിവസത്തേക്ക് ആക്റ്റീവായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.